നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ആഹ്ലാദ തിമിർപ്പിൽ നാം പുതുവർഷത്തെ വരവേറ്റു. 2025 വിട നൽകി 2026 നമ്മൾ കാലെടുത്തു വെച്ചത് വലിയ പ്രതീക്ഷകളോടെയാണ്. ഇനി അങ്ങോട്ട് നല്ല നാളുകൾ മാത്രമാകണേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന, ആഗ്രഹം. അത് സാധ്യമാകണമെങ്കിൽ നമ്മൾ മാത്രം വികസിച്ചാൽ പോരാ, നാടിൻ്റെ വികസനം കൂടി സാധ്യമാകണം. നാടിൻ്റെ വികസനം അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന ബോധം നമ്മൾക്ക് ഉണ്ടാവുകയും വേണം. 2025 എല്ലാ മേഖലയിലും വലിയ മാറ്റങ്ങളും വികസനങ്ങളുമാണ് ഉണ്ടായത്. ആ മാറ്റങ്ങളും വികസന പദ്ധതികളും ഒക്കെ തന്നെ ഈ 2026 മുന്നേറ്റത്തിന് സഹായകമാകുമോ? പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ 2026 എന്ന വിഷയമാണ് ഈ ആഴ്ച ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡെപ്യൂട്ടി DMO ഡോക്ടർ KC സച്ചിൻ, RTO എൻഫോഴ്സ്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ CA പ്രദീപ് കുമാർ, ഒപ്പം തലശ്ശേരി നഗരസഭയിലെ ക്ലീൻ സിറ്റി മാനേജർ C സുരേഷ് കുമാർ എന്നിവരാണ്. ഞാൻ ആദ്യം ഡോക്ടറിലേക്ക് തന്നെ പോവുകയാണ്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ടതും ആരോഗ്യമാണ്. ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഡോക്ടർ KC സച്ചിൻ, നമ്മൾ കഴിഞ്ഞ തവണ 2025 അതിനു മുൻപുള്ള വർഷങ്ങളിലും ഒക്കെ തന്നെ കണക്കുകൾ നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയ വളർച്ച, വികസനം, മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ 2026 ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം സാധ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ തന്നെയാണോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2026 തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ വർഷം തന്നെയാണ്. കാരണം അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഈ ജനുവരി മാസം തുടങ്ങി വെച്ചിട്ടുള്ളത്. വൈറ്റ് ഫോർ വെൽനസ്, ആരോഗ്യം ആനന്ദം എന്നുള്ള പേരിൽ ഒരു ക്യാമ്പയിനോടുകൂടിയാണ് ഈ വർഷം തുടക്കമായിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈറ്റ്, ആക്ട്, സ്ലീപ്പ്, കെയർ എന്നീ 4 പില്ലേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, കൃത്യമായ ഉറക്കം, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എക്സസൈസ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കെയർ, ഇത്രയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ച് കൊടുക്കുന്ന സന്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങളും ഇതിനു മുന്നേ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളുമായിട്ട് അത് നമുക്ക് ആരോഗ്യവകുപ്പിന് ചെയ്യാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആരോഗ്യ രംഗത്ത് നല്ല രീതിയിലുള്ള മുന്നേറ്റം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പകർച്ചവ്യാധി പ്രതിരോധ രംഗത്തും കണ്ണൂർ ജില്ലയിൽ നല്ല രീതിയിൽ ഉള്ള കൺട്രോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്ക് 2025 അവസാനമാകുമ്പോഴത്തേക്കും ഒരുപാട് അത്തരത്തിലുള്ള സാംക്രമിക രോഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് ഫലപ്രദമായിട്ട് നമ്മൾ സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് പൊതുജനങ്ങളുടെ ഇടപെടലുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം കുറെ കാര്യങ്ങൾ അതിനകത്ത് പൊതുജനങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മാലിന്യം കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ ജനങ്ങളുടെ ഇടപെടലുകൾ ശ്രദ്ധയും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഈ വർഷം സാധ്യമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും കരുതുന്നത്. അത് തന്നെ ഡോക്ടർ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഭക്ഷണ രീതി, ഒപ്പം വ്യായാമം, ഈ ഉറക്കമൊക്കെ തന്നെ ഈ യുവതലമുറ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണാം. ഇപ്പോൾ 12 മണിക്കും 1 മണിക്കൊക്കെ നഗരങ്ങളിൽ ഈ യുവാക്കളെയൊക്കെ തന്നെ കാണാം. അവർ ഈ ഫാസ്റ്റ് ഫുഡും ഒക്കെയുള്ള കടകളിൽ കയറി രാത്രി സമയത്തൊക്കെയാണ് ഈ ആഹാരം കഴിക്കുക. നമ്മൾ നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കണമെന്ന രീതിയിലാണ് മിക്ക ഡോക്ടർമാരും പറഞ്ഞു കേൾക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വന്ന് ഈ യുവതലമുറ ഈ രാത്രി കാലങ്ങളിൽ അമിതമായി ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്, അതിനൊരു കൃത്യമായ ഒരു ബോധവൽക്കരണം നൽകേണ്ടതല്ലേ? യെസ്, തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. കാരണം ഇതിന്റെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ജീവിതശൈലിയിലുള്ള മാറ്റം ഉണ്ടായ ഉടനെ തന്നെ അതിന്റെ ദൂഷ്യഫലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് സാംക്രമിക രോഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസത്തിൽ നിങ്ങൾക്ക് പനി വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു മോശം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ വന്നേക്കാം. പക്ഷെ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മളുടെ ആ ജീവിതശൈലി മാറി
അതിനകത്ത് നിന്ന് നമ്മൾക്ക് ശരീരം അതിനോട് പ്രതികരിച്ച് അതിന്റെ അസുഖങ്ങൾ ഉണ്ടായി വരുമ്പോഴത്തേക്കും കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞേക്കാം. പക്ഷെ അന്ന് നമ്മൾ അതിന്, അതായത് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ അന്ന് അതിന് അസുഖത്തിന് ചികിത്സയ്ക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ ഫലപ്രദമാണ് നമ്മളത് വരാതെ തടയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് നല്ല രീതിയിലുള്ള ഭക്ഷണ രീതികൾ, പ്രത്യേകിച്ച് നമ്മളെ ഭക്ഷണ രീതിക്കകത്ത് ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആവശ്യത്തിനുള്ള ഒരു ഹെൽത്തി പ്ലേറ്റിന്റെ ഒരു ഭക്ഷണ രീതിയാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അതും കൃത്യസമയത്തിന് കഴിക്കുക എന്നുള്ളതും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പൊതുവെ ആരോഗ്യപരമായ രീതിയിലുള്ള ഭക്ഷണത്തിൽ നേരത്തെ സൂചിപ്പിച്ചത് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ പൊതുവെ 8 മണിക്ക് ശേഷം വളരെ കഠിനമായ രീതിയിലുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും തന്നെ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ശരീരത്തിന് അത് ദഹിപ്പിച്ചിട്ട് എടുക്കാനുള്ള സമയം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വളരെ വൈകി ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പോകുന്നത് ഒട്ടും ആശാസ്യമായിരിക്കില്ല. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡിനകത്താണെങ്കിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടും കൊഴുപ്പ് പോലെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പൂരിത എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലും. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ദഹിപ്പിച്ച് കളയണമെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സസൈസ് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതശൈലി കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബിസി ലൈഫ് കൊണ്ട് ഇതിനൊന്നും സമയം കിട്ടാറില്ല. എന്നിരുന്നു കഴിഞ്ഞാലും എപ്പോഴും നമ്മൾ യുവജനതയെ എപ്പോഴും അതിനെ ഒരു കുറ്റം പറയുന്ന രീതിയിലേക്ക് പോകേണ്ടതില്ല. കാരണം നമുക്ക് ഒരുപാട് ടർഫുകൾ അതുപോലെ തന്നെ ജിമ്മുകളൊക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ യുവജനത കുറേയധികം സമയം കണ്ടെത്തുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾക്ക് ആ രീതിയിലുള്ള എക്സസൈസിനും കൂടി ഒന്ന് സമയം കൊടുക്കണമെന്നാണ്. കാരണം ജീവിതം എപ്പോഴും ആസ്വദിക്കാനുള്ളതാണ്. പക്ഷെ ആരോഗ്യമാനന്ദം എന്ന് പറയുന്നതും അത് തന്നെയാണ്. ജീവിതം നിങ്ങൾ ആസ്വദിച്ചോളൂ, പക്ഷെ ഒരു പരിധി വിട്ട് ആസ്വദിക്കുന്നതിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മാനന്ദം ക്യാമ്പയിൻ ഡോക്ടർ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസം അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 ലക്ഷത്തോളം പേരെ ഈ വ്യായാമത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അത്രത്തോളം പേർ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും കണക്കുകൾ ലഭ്യമായിട്ടുണ്ടോ? പൂർണ്ണമായും ഒരു സഹകരണം ഉണ്ടാകുന്നുണ്ടോ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ക്യാമ്പയിന്? ഓക്കെ, ഇന്നലെയാണ് അതിന്റെ പ്രീ ലോഞ്ച് ആക്ടിവിറ്റി നമ്മൾക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞ 27-ാം തീയതി ശനിയാഴ്ചയാണ്. 26-ാം തീയതി അതിന്റെ കാസർഗോഡ് വെച്ച് ആരംഭിച്ചു. അത് പല ജില്ലകളിലൂടെ കടന്നുപോയിട്ടാണ് ഈ 1-ാം തീയതി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ ലോഞ്ച് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു വീഡിയോസ് അല്ലെങ്കിൽ അതിന്റെതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിന്റെ ഒക്കെ കാണുമ്പോൾ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ആരോഗ്യവകുപ്പ് പരമാവധി ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഏത് ക്യാമ്പയിനും എപ്പോഴും ഒരു ടാർഗറ്റഡ് ഓഡിയൻസിന്റെ അടുത്ത് മാത്രമേ എത്തുന്നുള്ളൂ. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ തന്നെ ഈ പറയുന്ന ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പരിപാടികളിലോ കാണുന്നുള്ളൂ. അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ശ്രമം ആവശ്യമാണ്. നമ്മളെ ടാർഗറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഇന്നലെ തുടങ്ങിയ ക്യാമ്പയിനാണ്. നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അതിന്റെ തുടർ ക്യാമ്പയിനായിട്ട് ഇനിയും നടക്കേണ്ടതുണ്ട്. പക്ഷെ അത് നമ്മുടെ സ്ഥിരം ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നമ്മൾ എത്താത്ത ഇടങ്ങളിലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ തന്നെ പല തുറകളിലുള്ള ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിന്റെ ഈ തുടർച്ച ഇനിയും ആവശ്യമാണ്. അപ്പൊ അത് ഒട്ടും വിജയിച്ചിട്ടില്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷെ തുടർ ക്യാമ്പയിനായിട്ട് നടത്തണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ CA പ്രദീപ് കുമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഗതാഗത മേഖലയും. ഈ അപകടങ്ങളില്ലാത്ത ഒരു സമൂഹം, അതാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുക. ഇപ്പോൾ പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിന് കീഴിലൊക്കെ വന്നിട്ടുണ്ട്. കൃത്യമായ നിയമം പാലിച്ചാൽ മാത്രമേ ഈ അപകടങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വന്നതോടെ തന്നെ ഈ അപകടങ്ങളിലൊക്കെ തന്നെ കുറവുണ്ടോ? ഈ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ പുതിയ നിയമങ്ങളോടൊക്കെ? തീർച്ചയായും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ പുതുവത്സരാശംസകൾ നേരുന്നു. നാം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിലെ കൊച്ചു റോഡ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജനസംഖ്യ 3.5 കോടി ജനസംഖ്യകളാണ് ഏകദേശം ഉള്ളത് കേരളത്തിൽ. അതിൽ ഏകദേശം 1.5 കോടിയിൽ മുകളിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് 50% ആൾക്കാർക്കും വാഹനമായി. ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ഇനി റോഡിലേക്ക് ഇറങ്ങേണ്ടത്. വളരെ അത്രയും ശ്രദ്ധിച്ചു പോകേണ്ട ഒരു സ്ഥലമായിട്ട് റോഡ് മാറിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഒരു മോട്ടോർ വാഹന വകുപ്പോ അല്ലെങ്കിൽ ഒരു പോലീസിന്റെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാലൊന്നും നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. എല്ലാ പൊതുജനങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച ഒരു ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ ഓൾറെഡി നിർദ്ദേശം നൽകി കഴിഞ്ഞു എല്ലാ ഓഫീസ് മേധാവികൾക്കും. അതായത് അടുത്ത 2026 ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ റോഡ് സുരക്ഷയെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായ ഒരു നല്ലൊരു ഭാവി
നമുക്ക് ഉടലെടുക്കാൻ പറ്റും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി സ്കൂളുകളിൽ ട്രാഫിക് സൈനും അതുപോലെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട മോട്ടോർ വാഹന നിയമങ്ങളെ കുറിച്ചെല്ലാം ഒരു സിലബസ് ഓൾറെഡി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാർ അത് സജീവ പരിഗണനയിൽ എടുക്കുകയാണ്. ഉടനെ തന്നെ അത് സിലബസിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കെല്ലാം അവർക്ക് സീബ്ര ക്രോസിംഗ് അല്ലെങ്കിൽ ബാക്കിയുള്ള മുതിർന്ന ആൾക്കാർക്കും എല്ലാവർക്കും സീബ്ര ക്രോസിംഗ് എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്നുള്ള രീതി, ഒരു റോഡിൽ നിന്ന് മറ്റേ റോഡിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് അവർക്ക് പ്രാക്ടിക്കലായിട്ടും കൂടി പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലേക്ക് അടുത്ത വർഷം നമ്മൾ എല്ലാ സ്കൂളുകളിലും പോയി, ആ സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അവിടെ പോയി അവിടുത്തെ കുട്ടികൾക്കും അവിടുത്തെ ടീച്ചേഴ്സിനും എല്ലാവർക്കും ആ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നതെന്നും പ്രാക്ടിക്കലായിട്ട് നമ്മൾ തിയറിറ്റിക്കലി ക്ലാസ് എടുക്കുന്നതിന് പുറമെ അവർക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്കും ആക്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ്, റോഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള കാര്യം. റോഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള സംഭവം നമ്മുടെ റോഡുകളുടെ കണ്ണൂർ ജില്ലയിലെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 15ഓളം ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. അതായത് സ്ഥിരമായി ആക്സിഡന്റ് സംഭവിക്കുന്ന റോഡുകളാണ്. അപ്പൊ ഇവയുടെ കണക്ക് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ശക്തമാക്കാനും എല്ലാ ദിവസവും 2-3 മണിക്കൂർ അവിടെ ഒരു സർപ്രൈസ് ചെക്കിങ് അവിടെ ചെയ്ത് പോലീസ് വകുപ്പിന്റെ വേണമെങ്കിൽ പോലീസ് വകുപ്പിന്റെയും കൂടി സഹകരണത്തോടു കൂടി അവിടെ സർപ്രൈസ് ചെക്കിങ് ചെയ്ത് അത് നല്ലൊരു മോഡൽ റോഡുകളാക്കി മാറ്റണം എന്നൊരു ലക്ഷ്യം മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 15 സ്പോട്ടുകൾ ഓൾറെഡി ബ്ലാക്ക് സ്പോട്ടുകൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പരിശോധനകളും ബാക്കിയുള്ള പിന്നെ ഇത് പരിപാടികളെല്ലാം റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നല്ലൊരു മോഡൽ റോഡുകളായിട്ട് അത് മാറുമെന്നൊരു പ്രതീക്ഷ വകുപ്പിനുണ്ട്. അപ്പൊ അത് കൂടാതെ തന്നെ മെയിൻ ആയിട്ടുള്ളത് വരുന്നത് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ 7 സ്ക്വാഡുകളാണുള്ളത്. 7 സ്ക്വാഡുകളും പല താലൂക്കുകളിലായി. ഇപ്പൊ തലശ്ശേരി, അതേപോലെ പയ്യന്നൂർ, ഇരിട്ടി, കണ്ണൂർ, തളിപ്പറമ്പ, ഇവിടെ എല്ലാ സ്ക്വാഡുകളിലും ഉള്ള ആൾ സ്ട്രെങ്ത് വെച്ചിട്ട് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അവിടെയും ഓരോ സ്പോട്ടിലും ബ്ലാക്ക് സ്പോട്ടുകളുടെ കൗണ്ട് എടുത്തിട്ടുണ്ട്. അവിടെയും എല്ലാ ദിവസങ്ങളും എൻഫോഴ്സ്മെന്റ് ചെയ്യുക എന്നത് നമ്മുടെ ആക്ഷൻ പ്ലാനിലുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പത്രദൃശ്യ മാധ്യമങ്ങൾ, FM റേഡിയോ മുതലായവ വഴി നമ്മുടെ ചെക്കിംഗ് ഡീറ്റെയിൽസുകളുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പദ്ധതി ആവിഷ്കരിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റോട് കൂടി ഒരു പൊതുജനത്തിന് ഒരു ഒഫൻസ് കണ്ടു കഴിഞ്ഞാൽ അതും കൂടി അത് സിറ്റിസൺ സെന്റിനൽ ആപ്പ് എന്ന വഴി അതുവഴി അതിന്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു പൊതുജനത്തിന് കൂടി ആ ഒഫൻസ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം വകുപ്പ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിലാണ് അത് മുമ്പോട്ട് പോകുന്നത്. ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടൊരു റിസൾട്ട് അതിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ മൊബൈൽ സ്പീഡ് വയലേഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നുള്ള സംഭവമുണ്ട്. അതായത് വാഹനങ്ങളിലെ സ്പീഡ് ട്രാക്കിംഗ് സിസ്റ്റം. അതിപ്പോ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കായിട്ട് ഞങ്ങൾക്കൊരു വാഹനമുണ്ട്. ആ വാഹനത്തിൽ സ്പീഡ് ട്രാക്കർ സിസ്റ്റം അതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം ഓവർ സ്പീഡ് പോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ ഉള്ളത് എമർജൻസി ആൻഡ് ട്രോമ കെയർ സിസ്റ്റം ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സംഭവിക്കുന്ന സമയത്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ പ്രധാനപ്പെട്ട എടുക്കുന്ന ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് എമർജൻസി ആൻഡ് ട്രോമ കെയർ സിസ്റ്റം വരുന്നത്. അപ്പൊ അത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ട്രാക്ക് എന്നുള്ളൊരു സംവിധാനമുണ്ട്. അത് മോട്ടോർ വാഹന വകുപ്പിന്റെ പിന്നെ മേൽനോട്ടത്തിൽ പോലീസ് വകുപ്പും ബാക്കിയുള്ള എല്ലാ വകുപ്പുകളും, ആരോഗ്യ വകുപ്പ്, ഡോക്ടേഴ്സ് എല്ലാവരും കൂടിയുള്ള ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ഒത്തൊരുമയോട് കൂടിയിട്ട് ഒരു ട്രാക്ക് എന്നുള്ള ഒരു പിന്നെ ഓർഗനൈസേഷൻ മുമ്പോട്ട് പോകുന്നുണ്ട്. അതെല്ലാ മാസങ്ങളിലെല്ലാം ക്ലാസ് എടുത്ത് അവിടെ കൃത്യമായി അവർക്കുള്ള ഒരു വോളണ്ടിയർ സർട്ടിഫിക്കറ്റ് ഒക്കെ വിതരണം ചെയ്ത് അവർ സന്നദ്ധരായിട്ടുണ്ട്. പിന്നെ കൂടാതെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നമ്മൾക്ക് ഒരു വാഹനത്തിൽ പോകുന്ന സമയത്ത് കഴിഞ്ഞ വാർത്തകളെല്ലാം കേട്ടിട്ടുണ്ട്. ബസ്സിൽ പോകുന്ന സമയത്ത് ഒരാൾ കുഴഞ്ഞു വീണു, ശ്വാസത്തിന്റെ തടസ്സമായത് കാരണം ആ സമയത്ത് CPR കൊടുക്കാൻ ട്രെയിനിങ് കിട്ടിയ ആളുണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ CPR എന്നുള്ള ട്രെയിനിങ് കിട്ടിയുള്ളൂ. അപ്പൊ അത് ഡോക്ടേഴ്സിനെ, അതായത് ഹോസ്പിറ്റലുമായി കേന്ദ്രീകരിച്ച് ഡോക്ടേഴ്സിനെ സഹകരിച്ച് അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും അടുത്ത 2026 ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം വെച്ചാൽ അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ട്രെയിനിങ്, എല്ലാ ബേസിക് ആയിട്ടുള്ള ഒരു CPR ട്രെയിനിങ് എല്ലാ പൊതുജനങ്ങൾക്കും അത് എത്തിക്കുക എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു ലക്ഷ്യമാണ്. അതിന് ഡോക്ടേഴ്സുമായി സഹകരിച്ച് അത് വേണ്ടത് ഞങ്ങൾ ചെയ്യും. അതേപോലെ ഗോൾഡൻ ഹവർ എന്നുള്ള കാര്യം,
ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റത്തെ ആദ്യം കിട്ടുന്ന ഹവേഴ്സിനെ പറഞ്ഞാണ് ഗോൾഡൻ ഹവർ എന്നുള്ളത്. ആ ഗോൾഡൻ ഹവേഴ്സിൽ ഒരാൾ രക്ഷപ്പെടുത്താൻ ഒരാൾ മുൻപന്തിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഗുഡ് സമരിറ്റൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൂടാതെ കാഷ്വാലിറ്റി ട്രീറ്റ്മെന്റ്, അവർക്ക് വേണ്ട പ്രോത്സാഹനമോ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി അവർക്ക് എന്തൊക്കെ പ്രോത്സാഹനം ചെയ്യാൻ പറ്റുമോ അത് ആ ഒരു നടപടിയിലേക്കും നമ്മൾ മുമ്പോട്ട് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ റോഡ് ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് DRC, ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കമ്മിറ്റി, അത് എല്ലാ മാസങ്ങളിലും ചേരുന്ന ഒരു കമ്മിറ്റിയാണ്. ബഹുമാനപ്പെട്ട അതിന്റെ ചെയർമാൻ കളക്ടറാണ്. അതേപോലെ കൺവീനർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അതിൽ എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും പ്രതിനിധികളും അതിൽ ഉണ്ടാവും. അപ്പൊ അതിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ റോഡിൽ കാണുന്ന ഒരു പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് ബൈ മെയിൽ വഴി അതിന്റെ ഫോട്ടോ, അതിന്റെ കംപ്ലൈൻസ്, പരാതികൾ അയക്കുകയാണെങ്കിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ആ സ്ഥലം സന്ദർശിക്കുകയും ഏത് വകുപ്പിന്റെ കീഴിലാണ് ആ സ്ഥലം വരുന്നത് നോക്കി ആ വകുപ്പുമായി സഹകരിച്ച് അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി കമ്മിറ്റിയിൽ എടുത്തു വരുന്നുണ്ട്. അതിന് നല്ല വിജയവും കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർ അത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ നമ്മളത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതിലെ കാര്യങ്ങൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ശരി, താങ്കൾക്ക് തിരികെ വരാം. ശ്രീ സി സുരേഷ് കുമാർ, നമ്മൾ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ ആ നാട് മാലിന്യം വലിച്ചെറിയപ്പെടാത്ത ഒരു നാടായി മാറണം. അതിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് വലിയ ഇടപെടലാണ്. ഏത് രീതിയിലാണ് ഈ മാലിന്യ സംസ്കരണമൊക്കെ, ഈ സംവിധാനങ്ങളൊക്കെ തന്നെ ഏത് രീതിയിലാണ് ഇപ്പോൾ? നമസ്കാരം. മാലിന്യ സംസ്കരണ രംഗത്ത്, ശുചീകരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വർഷമാണ് ഇപ്പം കടന്നുപോയത്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം എന്ന ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കർമ്മ പരിപാടികൾ വളരെ വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞ ഒരു വർഷമാണിത്. അതിന്റെ തുടർച്ച 2026 അത് ഒരു വർഷം കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല, തുടർച്ചയായ പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായി ശുചിത്വ നഗരം, സുന്ദര നഗരം എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം മുൻഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മുൻപ് ഈ കാണുന്നതാണ് ഈ ഭക്ഷണം, ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ തന്നെ ഭക്ഷണം, നല്ല രീതിയിലുള്ള ഭക്ഷണം ലഭിക്കുക എന്നത് പ്രധാനമാണ്. കാരണം നമ്മൾ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഓഫീസ് ജോലിയും മറ്റൊക്കെ ചെയ്യുന്നവരാണ്. ഭൂരിഭാഗവും പേരും ഭക്ഷണം കഴിക്കുന്നത് പുറത്തു നിന്നായിരിക്കും, വീട്ടിൽ നിന്നായിരിക്കില്ല. അപ്പോൾ ഈ നല്ല രീതിയിലുള്ള ഭക്ഷണം ഉറപ്പാക്കേണ്ടത്, ഹോട്ടലുകളിൽ ഉറപ്പാക്കേണ്ടത് കൂടി നിങ്ങളുടെ ചുമതലയാണ്. മുൻപ് ഈ പഴകിയ ഭക്ഷണം പിടികൂടി എന്നൊക്കെ തന്നെ നിരന്തരം വാർത്തകൾ കാണാറുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും കൂടുതലായി കാണുന്നില്ല. അത് പരിശോധന ശക്തമായത് കൊണ്ടാണോ അതോ പരിശോധന നടക്കാത്തത് കൊണ്ടാണോ? പരിശോധന നടക്കാത്തതുകൊണ്ടല്ല, അത് കൃത്യമായി പരിശോധന നടത്തുകയും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. അതിനൊരു വ്യത്യാസമില്ല. അതിന് കൃത്യമായ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉണ്ട്. അത് കൃത്യമായ ഇടവേളകൾ പരിശോധന നടത്തുന്നുണ്ട്. ചിലപ്പോൾ വാർത്തയാവുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അത്രയും പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയില്ല. അതായത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടെത്താറുള്ളൂ. ഈ റെയ്ഡ് നടത്താനൊക്കെ നിങ്ങൾ ഈ വ്യാപാര സ്ഥാപനങ്ങളിലോ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധമൊക്കെ, മുൻപൊക്കെ അത്തരത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഫ്രീസറിൽ സൂക്ഷിച്ച സാധനം എടുത്തുകൊണ്ടുപോയി പഴകിയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ ഈ ഹോട്ടൽ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. എങ്ങനെയാണ്, സഹകരണം ഉണ്ടാകുന്നുണ്ടോ ഈ പരിശോധനയ്ക്കൊക്കെ? സഹകരണം ഉണ്ട്. ഇപ്പൊ ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ചാൽ ഈ നിരോധിത പ്ലാസ്റ്റിക് കവറുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിലാണ് പലപ്പോഴും ഈ സംസാരം ഉണ്ടാവേണ്ടി വരുന്നത്. മറ്റു വിഷയങ്ങളിലൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ഇത് നിരോധിച്ചതല്ല, അല്ലെങ്കിൽ ഇത് മറ്റെന്തുകൊണ്ടാണ് നിരോധിക്കാത്തത്, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഉൽപാദനം തടയാത്തത് എന്ന രീതിയിൽ ചില സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. പൊതുവെ സഹകരണം തന്നെയാണ് വ്യാപാരികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുന്നത്. ഡോക്ടർ KC സച്ചിൻ, നമ്മൾ നേരത്തെ ആരോഗ്യ മേഖലയുടെ മുന്നേറ്റം അതൊക്കെ സംബന്ധിച്ച് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുന്ന യുവാക്കളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു. ഈ 30-നും 40-നും വയസ്സിനിടയിലുള്ള പേരാണ് ഈ അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്നത്. അതിൽ ഈ വ്യായാമം കൃത്യമായി ചെയ്യുന്നവരും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഈ ജിമ്മിലെ ട്രെയിനർമാരൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായി. അതെന്തുകൊണ്ടാണ്? അത്തരത്തിൽ വ്യായാമം കൃത്യമായി ചെയ്യുന്നവർ കൂടി ഇത്തരത്തിൽ ഈ ചെറുപ്രായത്തിൽ ഈ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്? അതിനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് അതാണ് ആരോഗ്യ മേഖലയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ കൂടുതൽ പഠനം വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിന്റെ ആമുഖമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. ഒരുപക്ഷെ ICMR പോലെയുള്ള
ഓർഗനൈസേഷൻസ് അതിന്റെ പഠനത്തിന് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആമുഖമായിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. നമ്മുടെ കണക്കുകളിനകത്തും ഈ പറയുന്ന യങ് ഏജിലുള്ള ഹാർട്ട് അറ്റാക്ക്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് ആൾക്കാർ മരിക്കുന്നത് കൂടി വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഒരുപക്ഷെ അവർക്ക് മിക്കപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ളത് മറ്റ് അണ്ടർലൈൻ കണ്ടീഷൻസ്, അതായത് ഹൃദയത്തെ ബാധിക്കുന്ന മറ്റ് ഒരുപക്ഷെ ജന്മനാലോ അല്ലെങ്കിൽ ആ രീതിയിലോ ഉള്ള, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അസുഖങ്ങൾ ഉള്ളവർക്കായിരിക്കാം ഒരുപക്ഷെ ആ രീതിയിൽ അസുഖങ്ങൾ വരികയും ഹൃദയത്തെ ബാധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഒരു നിരീക്ഷണം. അതിനകത്ത് എന്നിരുന്നു കഴിഞ്ഞാലും നമുക്കതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മളിപ്പോ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യമാനന്ദം പോലെയുള്ള അതിന് മുന്നേ തന്നെ നമ്മൾ വന്നിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ശൈലി എന്നുള്ള. അതായത് നമ്മുടെ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ പേരുടെയും നേരത്തെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അവരുടെ ബ്ലഡ് പ്രഷർ, അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, രക്താതിമർദ്ദം ഉണ്ടോ എന്ന് നോക്കാനുള്ള ബിപിയും അതുപോലെ തന്നെ ഷുഗർ ചെക്കിങ് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് അതിന്റെ സ്ക്രീനിങ് നമ്മൾ ആദ്യമായിട്ട് അതിന്റെ ആദ്യപടിയായിട്ട് ചെയ്തു വരുന്നത് ആൾക്കാരുടെ വീടുകളിലെത്തി അവരുടെ ഒരു സർവേ ആണ്. അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഈ ശൈലി ആപ്പ് ഉപയോഗിച്ച് ഒരു സർവേ പൂർത്തിയാക്കുകയും അതിനകത്ത് ഹൈ റിസ്ക്, അതായത് ഹൈ റിസ്ക് എന്ന് കണ്ടെത്താനായിട്ട് ആപ്പിൽ തന്നെ സാധിക്കും. അപ്പോൾ ആ ആപ്പ് വഴി ഹൈ റിസ്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യർ വഴി ഹൈ റിസ്ക് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ഈ പറയുന്ന BP, ഷുഗർ പരിശോധന അതാത് ഉപകേന്ദ്രങ്ങളിൽ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ട് കൊടുക്കുകയും നൽകി വരികയും ചെയ്യുന്നുണ്ട്. ഇനി അവിടെയും നമുക്ക് അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതിന്റെ തുടർ ചികിത്സ സൗജന്യമായിട്ട് നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും നൽകി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ഹൈ റിസ്ക് പോപ്പുലേഷനിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതായത് വർഷത്തിൽ 30 വയസ്സിന് കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ഈ പറയുന്ന നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന BP, ഷുഗർ, പിന്നെ പറ്റുമെങ്കിൽ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ മറ്റ് ലിവർ സംബന്ധമായ ടെസ്റ്റുകളും നമ്മൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യണം. മിക്ക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇത് സൗജന്യമായിട്ട് ലഭ്യമാണ് താനും. അപ്പൊ അതിന്റെ സ്ക്രീനിങ് നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുകയും നേരത്തെ പറഞ്ഞ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി അതുപോലെ തന്നെ വ്യായാമം തുടങ്ങിയവയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് സ്ട്രോക്ക് പോലെയുള്ളതോ ആയിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒന്ന് നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനെ തുടർ പഠനങ്ങൾ നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് അങ്ങനെ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ ഓരോരുത്തരും അവരുടെ കൃത്യമായിട്ട് അറിയേണ്ടത് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് പോലെയുള്ള കാര്യങ്ങളാണ്. അതിനുള്ള പരിശോധന ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കളക്ടറേറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ, പൊതു സ്ഥലങ്ങളിൽ നമ്മൾ നടത്തുകയുണ്ടായി. BMI നോക്കിക്കൊടുക്കുന്നു, BP നോക്കിക്കൊടുക്കുന്നു, അതുപോലെ തന്നെ അവരുടെ ഷുഗർ പരിശോധന സൗജന്യമായിട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത് ആൾക്കാർ ഏറ്റെടുക്കുകയും അവർക്ക് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമനുസരിച്ച് മറ്റു ലാബുകളിൽ വെച്ചോ അത് ചെയ്യണം എന്നാണ് ഒന്ന് പറയാനുള്ളത്. അതാണ് നമുക്ക് അത്തരത്തിലുള്ള മരണങ്ങളുടെ തോത് കുറയ്ക്കാനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ശരി. ശ്രീ CA പ്രദീപ് കുമാർ, താങ്കൾ നേരത്തെ പുതിയ പദ്ധതികളെക്കുറിച്ചും ഒക്കെ കൃത്യമായി വിശദീകരിച്ചു. നമ്മൾ നേരത്തെ ഈ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരത്തെ ഈ 2 വീലറിൽ വണ്ടി ഓടിക്കുന്ന ആൾ മാത്രം ഹെൽമെറ്റ് ധരിച്ചാൽ മതിയായിരുന്നു. പിന്നീട് ആ നിയമം മാറുന്നു. പിന്നിലിരിക്കുന്ന ആൾ കൂടി ഹെൽമെറ്റ് ധരിക്കണമെന്ന ഒരു നിയമം വരുന്നു. ഇതിനോടൊക്കെ തന്നെ വലിയൊരു പ്രതിഷേധം ആ സമയത്ത് ഈ വാഹനം ഓടിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ 2 ഹെൽമെറ്റൊക്കെ എടുത്ത് എങ്ങനെയാണ് വണ്ടിയിൽ പോവുക, ഇത് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ ഈ ഹെൽമെറ്റ് എവിടെ കൊണ്ട് വെക്കും എന്ന രീതിയിലൊക്കെയുള്ള വലിയ ഒരു തർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭൂരിഭാഗം പേരും ഈ 2 ഹെൽമെറ്റ് ധരിച്ച് പോകുന്ന ഒരു കാഴ്ച നമുക്ക് നഗരങ്ങളിൽ നിന്നൊക്കെ കാണാൻ കഴിയും. മുൻപ് അങ്ങനെയായിരുന്നില്ല. മുൻപ് ഹെൽമെറ്റൊക്കെ ഈ ഹാൻഡിലൊക്കെ തന്നെ തൂക്കിയിട്ട് ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്നത് പോലീസ് വാഹനമോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനമോ കാണുമ്പോൾ അതെടുത്ത് തലയിൽ വയ്ക്കുന്ന ഒരു സമീപനമായിരുന്നു പലരും, ഭൂരിഭാഗം പേരല്ല പലരും, പ്രത്യേകിച്ച് യുവാക്കൾ. പക്ഷേ ഇപ്പോൾ ആ കാഴ്ച മാറി. 2 പേരും ഹെൽമെറ്റൊക്കെ ധരിച്ചു പോകുന്ന കാഴ്ചയാണ് നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും. പുതിയ സാങ്കേതിക വിദ്യ, ഈ AI ക്യാമറ ഉൾപ്പെടെ വന്നതോടെയാണോ ഈ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് നമുക്ക്? തീർച്ചയായും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പത്തെ കണക്കെടുത്ത് നോക്കിയാലും ഇപ്പോഴുള്ള ആക്സിഡന്റുകളുടെയും മരണസംഖ്യകളുടെയും കണക്കെടുത്ത് നോക്കിയാൽ തന്നെ അതിന്റെ വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്വന്തം ജീവനുള്ള സുരക്ഷ എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതിനു ശേഷം അങ്ങനെയുള്ള പ്രതിഷേധങ്ങളെല്ലാം ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പൊതുജനങ്ങൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷയ്ക്കുള്ള കാര്യമാണെന്നുള്ള എല്ലാവർക്കും ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 90% ആൾക്കാർ, 85 to 90% ആൾക്കാരും ഇന്ത്യൻ റോഡ്, അതായത് ഹെൽമെറ്റ് വെച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് മോട്ടോർ സൈക്കിളിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മോട്ടോർ സൈക്കിളിന് 2 വീലുള്ള ഒരു വാഹനമാണ്
ബാലൻസ് തീരെ കുറവാണ്. അങ്ങനെയുള്ള വാഹനങ്ങളിലാണ് 2ഉം 3ഉം 4ഉം ആൾക്കാരൊക്കെ കയറ്റി മുമ്പേ പോയിക്കൊണ്ടായിരുന്നത്. അതിപ്പോൾ ഗണ്യമായത് കുറഞ്ഞിട്ടുണ്ട്. അത് മെയിനായിട്ട് ഇതേപോലത്തെ AI സാങ്കേതിക വിദ്യയുള്ള ഇന്റലിജൻസ് ക്യാമറ വന്നത് കൊണ്ടാണ്. കാരണം 2024 രീതിയിൽ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ സിറ്റി റൂറൽ നില 2 ഡിവിഷൻ ഉണ്ട്. അവിടെ 2024 ഏതാണ്ട് ഒരു 2150ഓളം അപകടങ്ങൾ സംഭവിച്ചതിൽ 195 ജീവനുകൾ റോഡിൽ പൊലിഞ്ഞിട്ടുണ്ട് 2024. അത് 2025 ആകുമ്പോഴേക്കും ആക്സിഡന്റിന്റെ എണ്ണം ഏതാണ്ട് അതേ രീതിയിൽ ഉണ്ടെങ്കിലും 2200 ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മരണസംഖ്യ 195 നിന്ന് 177 കുറഞ്ഞിട്ടുണ്ട്. അതായത് 18 ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമല്ല. ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയെങ്കിൽ തന്നെ അത് വലിയ കാര്യമാണ്. അങ്ങനെ 18 ജീവൻ ഒരു വർഷം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതില് മോട്ടോർ വകുപ്പിന് അഭിമാനം ഉണ്ട്. അത് നല്ല കാര്യമാണ്. ഈ AI ക്യാമറകളൊക്കെ തന്നെ വന്നതോടെ നിങ്ങളുടെ പണി ഒരു പരിധിവരെ കുറയുന്നുണ്ടോ ഈ പരിശോധനയുടെ ഭാഗമായിട്ട്? അല്ല, തീർച്ചയായും ചില സ്പോട്ടുകളിൽ എല്ലാ സമയത്തും ഉദ്യോഗസ്ഥന്മാർക്ക് 24 hours എല്ലാ സമയത്തും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. എന്നിരുന്നാലും എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസും ശക്തമായി കണ്ണൂർ ജില്ലയിൽ നടക്കുന്നതും കൂടി കൊണ്ടാണ് ഈ ഒരു ക്യാമറ അതിലൊരു ഭാഗമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ്, സ്ക്വാഡുകളുടെ പ്രവർത്തനം, എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൃത്യമായി എല്ലാ ഏരിയകളിലും താലൂക്ക് വൈസ് എല്ലാ ഏരിയകളിലും 24/7 എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അപകടം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ സി സുരേഷ് കുമാർ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഈ പരിശോധനയൊക്കെ തന്നെ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഴകിയ ഭക്ഷണം, അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം, അതൊക്കെ തന്നെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന ഇതിനൊക്കെ തന്നെ നിങ്ങളുടെ ഈ പരിശോധനയൊക്കെ തന്നെ ഈ ഭരണസമിതിയുടെ പിന്തുണ വേണം. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണസമിതിയുടെ പിന്തുണ ഇല്ലാതെ നല്ല രീതിയിലുള്ള പരിശോധനയുമായി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുക അസാധ്യമാണ്. എങ്ങനെയാണ് ഈ ഭരണസമിതിയുടെയൊക്കെ തന്നെ നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടോ ഈ പരിശോധനയ്ക്കൊക്കെ? തീർച്ചയായും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നല്ല പിന്തുണ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വിവിധങ്ങളായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളായാലും സ്ക്വാഡ് പ്രവർത്തനങ്ങളായാലും ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നല്ല സഹകരണം തന്നെയാണ് ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാവുന്നത്. ഭരണസമിതി അവരുടെ സഹകരണം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ല, കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വ്യാപാരികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷിതവുമായി ഈ ഭരണസമിതിയുടെ ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഈ വ്യാപാരികളെ വെറുപ്പിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല, അങ്ങനെ പ്രതിഷേധങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് അതായത് സ്ക്വാഡ് പ്രവർത്തന ഭാഗമായിട്ട് പിഴ നിശ്ചയിക്കേണ്ടി വരുന്നതിലൊക്കെ ഭരണസമിതി അതിലൊരു ഇടപെടലൊന്നും നടത്തില്ല. എല്ലാം ഉദ്യോഗസ്ഥർക്ക് തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു തീർച്ചയായും. ഡോക്ടർ KC സച്ചിൻ, നമ്മുടെ ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ വന്നു. പക്ഷേ ഈ സാധാരണക്കാരെ സംബന്ധിച്ച് കൂടുതലായും ഈ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ സാധിക്കില്ല, വലിയ പണച്ചെലവുണ്ടാകും. അപ്പോൾ സാധാരണക്കാർ കൂടുതലായും ആശ്രയിക്കുന്നത് ഈ സർക്കാർ ആശുപത്രികളിൽ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ തന്നെ എല്ലാ സർക്കാർ ആശുപത്രികളിലും അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലൊക്കെ? അതിന്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. കാരണം ഈ കഴിഞ്ഞ വർഷമാണ് 2025 വർഷത്തിലാണ് നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. എന്ന് മാത്രമല്ല, നമുക്ക് അതിന് മുന്നേ തന്നെ അവിടെ നമ്മുടെ കാർഡിയോളജി കാത്ത് ലാബ്, അതായത് നമുക്ക് നേരത്തെ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളിലോ മാത്രം ലഭ്യമായിരുന്ന ഒരു കാത്ത് ലാബ്, അതായത് നമ്മൾക്ക് ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള കാര്യങ്ങൾ, ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാത്ത് ലാബ് സൗകര്യം നേരത്തെ തന്നെ അവിടെ നമുക്ക് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഒരു നെഫ്രോളജി യൂണിറ്റ് നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലാണെങ്കിൽ യൂറോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റ് നേരത്തെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൂടാതെ തന്നെ പറയേണ്ടതാണ്, ഈ പറഞ്ഞ വർഷത്തിന്റെ അവസാനം ഇത്തരം സെന്ററുകളിലേക്ക്, ഇത്തരം ആശുപത്രികളിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള തസ്തികകൾ, അതായത് കാർഡിയോളജി, യൂറോളജി, ന്യൂറോളജി, നെഫ്രോളജി അടക്കമുള്ള തസ്തികകൾ സംസ്ഥാനത്ത് എമ്പാടും തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ പോസ്റ്റിംഗ് പൂർത്തിയാകുന്നതോടുകൂടി തസ്തിക അനുവദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് ക്രിയേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം.
അതിന്റെ പോസ്റ്റിംഗ് പൂർത്തിയാകുന്നതോടുകൂടി അത്തരം സേവനങ്ങൾ, അതായത് കെട്ടിടം ഏതാണ്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള തസ്തികകളും കൂടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിന്റെ സേവനം നമുക്ക് താമസിയാതെ തന്നെ എന്തായാലും ഈ വർഷം തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ചോദ്യത്തിൽ സൂചിപ്പിച്ച മലയോര മേഖലകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ ആണെങ്കിൽ അവിടെ ഒരു പുതിയ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ അവിടെ ഇപ്പോൾ നമുക്ക് പുതുതായിട്ട് അനസ്തീഷ്യ അടക്കമുള്ള തസ്തികകൾ അനുവദിച്ചിട്ടുണ്ട്. ഇരിട്ടിയിലും നമുക്ക് അതുപോലെ തന്നെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുള്ള മറ്റൊരു കെട്ടിടം പൂർത്തിയായിട്ട് വരുന്നുണ്ട്. പെരിങ്ങോം ഭാഗമാണ് പിന്നീട് കുറച്ച് അങ്ങോട്ടേക്കുള്ള ഒരു മേഖല എന്ന് പറയാനുള്ളത്. പെരിങ്ങോം ഭാഗത്തേക്ക് നമുക്കൊരു പുതിയ കെട്ടിടം പൂർത്തിയായി, അതിന്റെയും ഉദ്ഘാടനവും അതുപോലെ തന്നെ പ്രവൃത്തിയും നമുക്ക് താമസിയാതെ തന്നെ തുടങ്ങാൻ സാധിക്കും എന്നാണ് പറയാനുള്ളത്. നമുക്ക് പതുക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് ജില്ലയിൽ എന്ന് തന്നെയാണ് പൊതുവെ പറഞ്ഞു വയ്ക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഡോക്ടർ, ഈ ആവശ്യത്തിന് ഈ ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ തന്നെ ഈ സർക്കാർ ആശുപത്രികളുണ്ട്. പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ അത്തരത്തിലുള്ള പരാതികൾ വരാറുണ്ട്, നമ്മൾ വാർത്തയൊക്കെ കൊടുക്കാറുമുണ്ട്. ആ പരാതികളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുന്നുണ്ട്. കൃത്യമായ ഡോക്ടർമാരും ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഒക്കെ തന്നെ ഈ സർക്കാർ ആശുപത്രികളൊക്കെ തന്നെ ഉണ്ടോ? അതിനകത്ത് ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ള ഒരു പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ സേവനങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നു. അതായത് നമുക്ക് അറിയാം, ഒരു പക്ഷേ ഒരു 10-15 വർഷം മുന്നേ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട സേവനങ്ങൾ, വളരെ വൃത്തിയുള്ള സാഹചര്യം, അതുപോലെ തന്നെ കൂടുതൽ ലാബ് പോലെയുള്ള സൗകര്യങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിനെ കൂടുതലായിട്ട് ആശ്രയിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ദിവസം 50 OP ഒക്കെ വന്നിരുന്ന സ്ഥലങ്ങളിൽ അവിടെ നമുക്ക് 150 OP ഒക്കെ നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ തിരക്ക് സ്വാഭാവികമായിട്ടും കൂടും. അപ്പൊ അതിനനുസരിച്ചുള്ള തസ്തികകൾ സൃഷ്ടിക്കലാണ് നമുക്ക് ആവശ്യം. അതിന്റെ ഒരു ഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം 227 അടക്കമുള്ള തസ്തികകൾ ഈ കഴിഞ്ഞ മാസം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ സേവനങ്ങൾ നൽകാനായിട്ട് കൂടുതൽ തസ്തികകൾ ആവശ്യമാണ്. നമ്മുടെ ജില്ലയിൽ നിന്നും ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡോക്ടർമാരുടെ സേവനത്തിന്, അതായത് ഡോക്ടർമാരുടെ തസ്തികകളിലെ കുറവോ അല്ലെങ്കിൽ ഒഴിവോ ഉണ്ടെങ്കിൽ അവിടെ അഡ്ഹോക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ, അതായത് ഒരു സ്ഥിര നിയമനം നടക്കുന്നത് വരെ കോൺട്രാക്ട് വ്യവസ്ഥയിലോ അഡ്ഹോക്ക് വ്യവസ്ഥയിലോ നമ്മൾ അവിടെ ഒരു നിയമനം നൽകി വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള കുറവുകൾ ഇല്ല എന്ന് പറയുന്നില്ല. അതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം അതിൽ നമ്മൾ കൊടുക്കുന്ന സേവനം മെച്ചപ്പെട്ടതാകുമ്പോൾ കൂടുതൽ ആൾക്കാർ ആ സേവനം തേടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള കുറവുകൾ തീർച്ചയായിട്ടും പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ 2026 ഈ യുവസമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് ഡോക്ടർക്ക്? അതൊന്ന് നേരത്തെ സൂചിപ്പിച്ച ആ ആരോഗ്യം ആനന്ദം നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള എന്താണ് വൈബ് ഫോർ വെൽനസ്. അതായത് മറ്റൊരു രീതിയിലുള്ള വൈബ് നമ്മൾ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ വെൽനസിന് വേണ്ടിയിട്ടുള്ള വൈബും കൂടി നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെയാണ് ലഹരി ഉപയോഗം. ലഹരി ഉപയോഗം ഒരുപക്ഷെ നമ്മുടെ അത് യുവജനതയെ മാത്രം ഞാൻ ടാർഗറ്റ് ചെയ്ത് പറയുന്നില്ല, ഒരുപക്ഷെ സമൂഹത്തിൽ ഒന്നാകെ തന്നെ കാർന്നു തിന്നുന്ന ഒന്നായിട്ട് മാറുകയാണ് ലഹരിയുടെ ഉപയോഗം. എല്ലാ തരത്തിലുള്ള ലഹരിയും വർജിക്കണം. ഒരുപക്ഷെ നമ്മുടെ മറ്റു രീതിയിൽ, അതായത് നേരത്തെ ആൾക്കാർ പൊതുവെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ്, ആൽക്കഹോൾ എന്നിവയിൽ നിന്ന് മാറി മറ്റ് MDMA പോലെയുള്ള മയക്കുമരുന്നുകളിലേക്ക് അതൊരു പക്ഷേ കിട്ടാനുള്ള അതായത് അതിനുള്ള സോഴ്സ് നമ്മൾ കണ്ടെത്തി തീർച്ചയായിട്ടും അടയ്ക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അത്തരത്തിലുള്ള ലഹരി ഉപയോഗം തീർച്ചയായിട്ടും വർജിക്കുവാനും അതുപോലെ തന്നെ വൈബ് ഫോർ വെൽനസിലേക്കുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും യുവജനത കണ്ടെത്തണം എന്നുള്ളതാണ് യുവജനതയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശമായിട്ട് പറയാനുള്ളത്. ശരി. ശ്രീ CA പ്രദീപ് കുമാർ, നമ്മൾ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എല്ലാ മേഖലയിലും ഇപ്പോൾ അപകടങ്ങൾ കുറഞ്ഞു വരുന്നു, പരിശോധന കാര്യക്ഷമമായി നടക്കുന്നു, ജനങ്ങൾ സഹകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡ്രൈവിംഗ് അറിയുന്നവർ റോഡിൽ ഇറങ്ങണം എന്നതാണ്. ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ വാഹന ടെസ്റ്റൊക്കെ തന്നെ, ഈ ലൈസൻസ് നേടാൻ ആവശ്യമായ ഈ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ തന്നെ കാര്യക്ഷമമായി തന്നെയാണോ നടക്കുന്നത്? ഈ 2026 പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അതിപ്പോൾ ഓൾറെഡി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടിയുമായിട്ടാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതില് എല്ലാ ടെസ്റ്റുകളും ഒരു 8 കഴിഞ്ഞതിന് ശേഷം, 8ഉം 8ഉം, അതായത് ഗ്രൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത വരുന്ന റോഡ് ടെസ്റ്റാണ്. ഈ റോഡ് ടെസ്റ്റുകളിൽ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റോഡ് ടെസ്റ്റിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതായത് ഒരു കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞ് ആ വാഹനം പുറകോട്ട് വരാതെ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എല്ലാവരും ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പാരലൽ പാർക്കിംഗ്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പെർസെന്റേജ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്ര ആൾക്കാരാണ് വരുന്നത്. അതിലൊരു 50%, ഒരു 60% ആൾക്കാർ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റിന് പാസ്സായി ലൈസൻസ് കിട്ടാറുള്ളൂ.
ശരി, ശ്രീ സുരേഷ് കുമാർ, അവസാനമായി താങ്കളോടാണ്. എങ്ങനെയാണ് ഈ 2026-ൽ, താങ്കൾക്ക് പറഞ്ഞു കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ തന്നെ പോയി, അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ രംഗത്തായാലും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം ജനങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിലായാലും നല്ല ഇടപെടലുണ്ടായി. 2026-ലേക്ക് വരുമ്പോൾ ഇനി എങ്ങനെയാണ് ആ രീതിയിലുള്ള നടപടികൾ കൂടുതൽ കർശനമാക്കാനാണോ തീരുമാനം? തീർച്ചയായും സ്ക്വാഡ് പ്രവർത്തനം, രാത്രികാല സ്ക്വാഡുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ, അത് നഗരസഭയുടെ തനത് പ്രവർത്തനങ്ങൾ കൂടാതെ സംസ്ഥാന ശുചിത്വ മിഷന്റെയും ഹരിത മിഷന്റെയും ഒക്കെ സഹകരണത്തോടെ വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. ഇതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഉണ്ടായാൽ മാത്രമേ കൂടുതൽ കാര്യക്ഷമത നടക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ പരിസരങ്ങൾ കൂടുതൽ വൃത്തിയുള്ളതാവാൻ, കൂടുതൽ സുന്ദരമാവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ശരി, നമ്മൾ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ 2026 എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രമുഖരായിട്ടുള്ള വിവിധ മേഖലകളിലുള്ളവർ പറഞ്ഞത് അത് തന്നെയാണ്. നല്ല രീതിയിലേക്ക് പോകാൻ ആവശ്യമായ ഇടപെടൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. പ്രേക്ഷകർക്കും എല്ലാവിധ പുതുവത്സര ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർ, ഡോക്ടർ KC സച്ചിൻ, CA പ്രദീപ് കുമാർ, ശ്രീ സുരേഷ് കുമാർ എന്നിവർക്ക് നന്ദി അറിയിക്കുകയാണ്. ഓപ്പൺ ഫോറത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.